അടക്കമുള്ളവർ എണ്ണീട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ആ 15 രാത്രി ഞാനാണ് പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ജുമഅ രാത്രി മാറ്റിവെച്ചാൽ ഒരു കൊല്ലത്തിലെ ഒറ്റയിട്ട രാത്രികൾ, പ്രധാനപ്പെട്ട രാത്രികൾ എത്ര? 15. റമളാനിൽ 6. റമളാനിൽ 6. 1 അല്ലയാലിൽ വിത്രിയ ഫി ആഖിരി റമളാൻ. റമളാനിലെ അവസാനത്തെ ഒറ്റ 5 രാത്രി. പിന്നെ ലൈലത്തെ 17 റമളാൻ 17 രാത്രി. അങ്ങനെ 6. എവിടെ? റമളാൻ മാസത്തിൽ. മനസ്സിലാക്കണേ. റമളാനിൽ മൊത്തം ഒരു കൊല്ലത്തിലെ പ്രധാനപ്പെട്ട രാത്രികൾ 15. യഹ്യായിലുണ്ട് ഇമാം ഗസാലി തങ്ങൾ രേഖപ്പെടുത്തി, കൂത്തിലുണ്ട് അബൂ ത്വാലിബിൽ മക്കി തങ്ങൾ രേഖപ്പെടുത്തിയതൊക്കെ കാണാം, മുതസവ്വിഫീങ്ങളായ ആരിഫീങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ഒരു കൊല്ലത്തിലെ പ്രധാനപ്പെട്ട രാത്രികൾ 15. റമളാനിൽ 6. ഏതൊക്കെ? റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട 5. 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവും 29-ാം രാവും. പിന്നെ 17-ാം രാവ്, അതിന്റെ സുബീഹത്തിലാണ് യൗമൽ തഖൽ ജംആൻ യൗമൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനത്തിന്റെ പകലിന്റെ തലേ രാത്രി. സത്യാസത്യ വിവേചനം നടന്ന എന്ന 17. അതിന് തലേ രാത്രി, അതായത് 17-ന്റെ രാവ്. മനസ്സിലായില്ലേ? ഇപ്പൊ എത്ര എണ്ണം കഴിഞ്ഞു? 6. പിന്നെ 2 പെരുന്നാൾ രാവ്. ഇപ്പൊ എത്രയായി? 8. പിന്നെ അറഫയുടെ രാത്രി. പിന്നെ മുഹറത്തിലെ ആദ്യത്തെ രാത്രി 10. 10 അല്ലേ? 10 തന്നെ പറഞ്ഞത്. പിന്നെ ആശുറാന്റെ രാത്രി 11. പിന്നെ റജബിൽ 3 രാത്രി. 1 റജബ് ആദ്യത്തെ രാത്രി, റജബ് നിസ്ഫിന്റെ രാത്രി, റജബ് 27 രാത്രി. ഇപ്പൊ എത്രയായി? 14. ഷഅബാൻ 15-ന്റെ രാവ് രാത്രി. എത്ര? 15. കായല്ലോ. ഒരു കൊല്ലത്തിൽ ഒരു കൊല്ലത്തില് എന്താ പറയാ, വെള്ളിയാഴ്ച രാവ് മാറ്റിച്ചാൽ പിന്നെ പ്രധാനപ്പെട്ട എണ്ണപ്പെടേണ്ട രാത്രികൾ 15. എണ്ണിക്കോളാം. 1 റമളാനിൽ 6. ഏതൊക്കെ? 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. പിന്നെ 17-ാം രാവും. ഇപ്പൊ എത്രയായി? 6. പിന്നെ 2 പെരുന്നാൾ രാവ്. എത്രയായി? 8. പിന്നെ അറഫ രാവ്. എത്ര? 9. പിന്നെ മുഹറം ആദ്യത്തെ രാവ് 10. മുഹറം ആശുറാന്റെ രാവ് 11. പിന്നെ റജബിൽ 3 രാവ്, 1-ാം രാവും 15-ാം രാവും, എത്ര? 27-ാം രാവും. ഇപ്പൊ എത്രയായി? 14. പിന്നെ ബറാഅത്തിന്റെ രാവ് 15. പക്ഷേ റജബ് 27-ന്റെ രാവിന്റെ അവിടെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്. ഇദാ സഅലല്ലാഹ മിൻ അംരി ദുനിയാഹു വആഖിറതിഹി യുഖ്ലാ ബിശർതി അൻ യുസ്ബിഹ സ്വാഇമാ. ദുനിയാവിലും ആഖിറത്തിലുള്ള എല്ലാ പ്രയാസവും രാത്രി അള്ളാഹു ദുആർന്നാൽ പരിഹരിച്ചു കൊടുക്കും. പക്ഷെ അതിന്റെ പകലിൽ അവൻ നോമ്പ് നോൽക്കണം എന്ന് യഹ്യ. അതേത് കിതാബിലാണുള്ളത്? മേറാജിന് നോമ്പുണ്ട്. യഹ്യയിലുണ്ട്. എങ്ങാതി എന്റെ യഹ്യ നിനക്ക് പോരെ? ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലാത്ത നിങ്ങള് ആര് പറഞ്ഞ്? ഖുർആൻ പറഞ്ഞ്. നമ്മളെ ഉമ്മത്ത് കണ്ട ഏറ്റവും അറിവുള്ള ഒരാളാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഗസാലി റളിയല്ലാഹു അൻഹു എഴുതിയതല്ലേ എന്ത്? യഹ്യ. യഹ്യയിലുണ്ട്. പോരെ? വഹാബിക്ക് വിശ്വാസമാണില്ല. വഹാബിക്കടോ റസൂലാണ് നമ്മുടെ വിശ്വാസമാകുകയാണെങ്കിൽ ഓൻ നന്നാവില്ലേ? ഓൻ റസൂലാണ് എന്നെ വിശ്വാസമായിട്ടില്ല. പിന്നെണ്ടോ ഓന്റെ കാര്യം? ഈ വഹാബിനെ തൃപ്തിപ്പെടുത്തണ്ട. എന്റെ സ്വർഗത്തിൽ പോകാനുള്ള കാര്യം നോക്കിക്കോ. അപ്പൊ എന്ത് ചെയ്യണം? മെഹറാജിന്റെ പിറ്റേറ്റ പകലിൽ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കണം. വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച നോമ്പ് നോൽക്കണം. അപ്പൊ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി എന്ത് ചെയ്യാ? മിൻ അംരി ദുനിയാഹു വആഖിറതിഹി യുഖ്ലാ. ദുനിയവിയും ഉഖ്റവിയുമായ ഏത് പ്രയാസം അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. മാലം യദ്ഉ ബിമഅസിയത്തിൻ. ചീത്ത കൊണ്ടും കുറ്റം കൊണ്ടും പ്രാർത്ഥിക്കാതിരുന്നാൽ മതി. എനിക്ക് കള്ളക്കച്ചവടം ചെയ്യാനും തോന്നിയാസം ചെയ്യാനും തൗഫീഖ് ഉണ്ടാകണേ എന്ന് പറയാതിരുന്നാൽ മതി. മനസ്സിലായില്ല? ഈ ദുനിയാവിൽ എന്റെ മിനാമിലി ദുനിയാഹു വആഖിറതിഹി, ദുനിയവിയും ഉഖ്റവിയുമായ എന്ത് പറഞ്ഞാലും അല്ലാഹു തആല നിർവഹിച്ചു കൊടുക്കും. എന്ന് റജബ് 27-ന്റെ
ആ രാത്രി അഥവാ മിഅ്റാജിന്റെ രാത്രി. എന്ത് പറഞ്ഞാലും അല്ലാഹു തആല സ്വീകരിക്കും. ബിശർത്തി അൻ യുസ്ബിഹ സ്വാഇമ, പിറ്റേന്ന് രാവിലെ അവൻ എന്ത് ചെയ്യണം? നോമ്പുകാരനാവണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ ദിവസം അടുത്ത വെള്ളിയാഴ്ച നോമ്പാണ് നോൽക്കുക. രാവിലെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറഞ്ഞ് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. സലാത്തുൽ ഹാജത്തിന്റെ 12 റക്അത്ത് നിസ്കാരമൊക്കെ ആ രാത്രി നിസ്കരിക്കുന്നത് നല്ലതാണെന്ന് ചില ഇമാമിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. സലാത്തുൽ ഹാജത്തിന്റെ 12 റക്അത്ത് നിസ്കാരം, ഈ 2 റക്അത്തിലും എന്ത് ചെയ്യുക? സലാം വീട്ടുക. മനസ്സിലായില്ലേ പറഞ്ഞത്? ബഅദ സ്വലാത്തി ഇസ്നതൈ അശറാത മിൻ റക്അ മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസ് ബിൽ ഖൽആൻ. ഖുത്ബിയത്തിൽ പറയുന്ന ഒരു നിസ്കാരം സ്വലാത്തുൽ ഹാജത്താണ്. ആ സ്വലാത്തുൽ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുക എന്ന് ഈ വരുന്ന വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി. എന്നിട്ടോ എന്ത് ചെയ്യുക? ഓരോ 2 റക്അത്തും കഴിഞ്ഞിട്ട് സലാം വീട്ടുക. എന്നിട്ട് അവൻ എന്ത് ചെയ്യുക? അവൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 100 വട്ടവും, പിന്നെ വയസ്തഗ്ഫിറുല്ലാഹ 100 മറ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100 വട്ടവും, യുസല്ലി അലൻ നബിയിൽ മുസ്തഫ 100 മറ, റസൂലുള്ളാഹിക്ക് 100 വട്ടം സ്വലാത്തും. സുമ്മ യദ്ഉ ബിമാ ശാഅ മിൻ അംരി ദുനിയാഹു വആഖിറതി, ദുനിയവി മുഖറവിയുമായ എല്ലാ കാര്യങ്ങളും ആടുദ്വാർക്കന്നെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതെല്ലാരും ശ്രദ്ധിക്കുക. അതാണ് ചെയ്താൽ കാര്യങ്ങളൊക്കെ അല്ലാഹു റാഹത്താക്കി തരും. ദുനിയാവ് ആഖിറ ഒക്കെ എല്ലാം റാഹത്തായി കിട്ടണം. ഇവിടെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവിടെ സുഖം കിട്ടുക എന്നുള്ളതല്ല ഇസ്ലാം. ഇവിടെയും സുഖം വേണം. ഇവിടെ കഷ്ടപ്പെട്ടവർക്കുള്ള സ്വർഗം ഉള്ളതല്ല അവിടുത്തെ സ്വർഗം. ഞാൻ ആദ്യകാലത്തൊക്കെ വിചാരിച്ചിരുന്നു ഇവിടെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇവിടുത്തെ കഷ്ടപ്പാടും സ്വർഗവും തമ്മിലൊന്നും ഒരു ബന്ധമില്ല. സ്വർഗം വേറെ, എന്ത് വേറെ. നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായി? അപ്പൊ ഇവിടുത്തെ കഷ്ടപ്പാടും സ്വർഗവും തമ്മിലല്ല ബന്ധം. ഇവിടെ കഷ്ടപ്പെടാൻ പാടില്ല, അവിടെയും. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറ. സ്വർഗം കിട്ടാനും വലിയ ആളാകാനും പൈസ ഇല്ലാതാകണം അങ്ങനെയൊന്നുമില്ല. വലിയ മൊലാളിയല്ലേ ഇബ്രാഹിം. 4 ആള് പൊരയൊക്കെ കയറി വരണമെങ്കിൽ, വന്നപ്പോഴത്തിന് മൂരിനറക്കണമെങ്കിൽ എത്ര മുതൽ വേണം? നമ്മളെ പൊരയ്ക്ക് ഇപ്പൊ 4 ആള് കുവൈത്തിനും ദുബായിലും ഒക്കെ കച്ചവടമുള്ള മൊലാളിമാരാണല്ലോ ഇരിക്കുന്നത്. നിങ്ങളെ പൊരയ്ക്ക് 4 ആൾ ഇപ്പാണ് കയറി വന്നാൽ ഒരു കളറ് കലക്കിയ വെള്ളാട് കൊടുക്കും 4 ആൾക്ക്. നിങ്ങളെ പൊരയ്ക്ക് 4 ആൾ ഇപ്പൊ വന്നാൽ ഒരു കളറ് കലക്കിയ വെള്ളം കൊടുക്കും. അത്രയും പിരിശപ്പെട്ട ആളുകളാണെങ്കിൽ നമ്മൾ കുട്ടികളെ വിളിച്ച് എവിടുന്നാണ് ഇപ്പൊ 1/2 കിലോ ഇറച്ചി വേഗം കിട്ടാന്നാ ചോദിക്കുക. ഇബ്രാഹിമിൻ അലൈഹിസ്സലാം പൊരയ്ക്ക് 4 ആള് കയറി വന്നപ്പോ എന്ത് ചെയ്ത്? മൂരിനണ്ടർത്ത്. ഒരു മൂരിനെ 4 ആൾക്ക് ചുട്ടാട്ട് കൊടുത്ത് കൊണ്ടെന്ന് പളകിയും വെച്ച് ഭക്ഷണം ഫലമ്മാറ ആ ഐദിയഹും ലാ തസിലു ഇലൈഹി നകിറഹും വഔജസ മിൻഹും ഖൈഫ വംറഅതുഹു ഖായിമത്തും. ബാക്കിൽ നിൽക്കുന്നുണ്ട് സാറ. ഇവർ തിന്നൊന്ന് കാണട്ടെ നോക്കുമ്പോ ഇവർ തിന്നുന്നില്ല. ഞങ്ങൾ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാനും പരീക്ഷിക്കാനും വേണ്ടി പോകുന്ന മൽക്കുകളാണ്. അതില് സാറാ ബീവിയാണ്. പടച്ചോനെ യാ വൈലത്ത, എന്റെ മൂരിക്കുട്ടനെ കൊന്നല്ല പടച്ചോനെ. മൽക്കുകളാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മൂരിക്കുട്ടനെ അറക്കാൻ ഞാൻ സമ്മതിക്കൂലായിരുന്നല്ലോ പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് മൂരിക്കുട്ടൻ പോയ കാര്യത്തിൽ വലിയ അത്ഭുതം, വിഷമം ആർക്ക്? ജിബ്രീല് പോരയിൽ വന്നിട്ടുണ്ട്. മൂരിക്കുട്ടൻ പോയ കാര്യത്തിലാണ് ബേജാറ് ആർക്ക്? ആ സാറാ ബീവിക്ക്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഫമസഹ അലൽ ഇജ്ലിൽ മശ്വി, ചുട്ട മൂരിയുടെ മേൽ തന്റെ കൈ ഇങ്ങനെ ഒന്ന് നടത്തി സയ്യിദുനാ ജിബ്രീൽ. ഫസാറ ഹയ്യ, അപ്പോൾ അതാണ് ജീവനുള്ള മൂരിയായി മാറി. അത് മറ്റു മൂരികളെ കൂട്ടത്തിലേക്ക് ഓടിപ്പോയി. അതിലും സാറാ ബീവിയുമായി വർത്താനം പറഞ്ഞു. വംറഅതുഹു ഖായിമത്തുൻ ഫളഹിഖത്ത്, ആണ്ട് ചിരിച്ചു. ആര്? സാറ. ഈ അത്ഭുതമൊക്കെ കണ്ടിട്ട് സാറാണ് ചിരിച്ചപ്പോൾ സാറ അങ്ങക്ക് ഇസ്ഹാഖ് എന്നൊരു കുട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞു. അന്ന് സാറക്ക് 99 വയസ്സാണ്. قالت يا ويلتى أألد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. ഞാൻ വിശദീകരിക്കണില്ല. അപ്പൊ നമ്മൾ അവിടെ ചിന്തിക്കണം. അത്രയും വലിയ മൊലാളിയാണ് ആര്?
ഈ ഭൂമി കണ്ട രണ്ടാമത്തെ മഹാൻ 4 ആള് പോരേക്ക് കയറി വരുമ്പോഴത്തിന് മുങ്ങൂരിനെ കറുത്തു കൊടുക്കാൻ മാത്രം ആരാണ്? മുതലാളിയ. അപ്പൊ ഇവിടെ കഷ്ടപ്പെട്ട് പായാന്നൊന്നും അല്ല, ഇവിടെ അള്ള തൃപ്പടിപ്പെടുക. അള്ളാഹു നമുക്ക് തരട്ടെ. അതിനെന്താ? അദ്ദുആ സിലാഹുൽ മുഅ്മിനീൻ. മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം ദുആ.